മലാഖി 1:6 മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. യഹോവയാം ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാൻ യേശുക്രിസ്തു മുഖാന്തരം ഭാഗ്യം ലഭിച്ച ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും, എന്നോടുള്ള നിങ്ങളുടെ ബഹുമാനവും ഭക്തിയും എവിടെയെന്ന യഹോവയുടെ ചോദ്യത്തിന് നമുക്ക് എന്തു മറുപടി നൽകുവാൻ കഴിയും? യെശയ്യാവ് 29:13 ഈ ജനം അടുത്തുവന്ന് വായ്കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കൽ നിന്ന് ദൂരത്ത് അകറ്റിവെച്ചിരിക്കുന്നു എന്നും മത്തായി 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് യേശു പറഞ്ഞിട്ടുള്ളതിനാലും നമുക്ക് നമ്മളുടെ സ്വർഗീയ പിതാവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും തന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ സാധിക്കാറുണ്ടോ? പിതാവിനെ ബഹുമാനിക്കാത്തവന് പിതാവിനെ സ്നേഹിക്കുവാനും കഴിയുകയില്ല. 1 യോഹന്നാൻ 5:3 ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം എന്ന് എഴുതിയിരിക്കുന്നു. ഇരമ്യാവ് 13:16 ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനു മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ, അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസ്സും കൂരിരുട്ടും വരുത്തും എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നമുക്ക് നമ്മളുടെ ദൈവത്തിന് ബഹുമാനം കൊടുക്കാം. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമ്മളുടെ തെറ്റുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാം. ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. God bless you.